എന്താ തനിക്ക് പറ്റിയത്? തികച്ചും ക്ഷീണിച്ച മാവേലി പിന്നീട് പോയത് കേരളത്തിലെ പ്രമുഖനായ ആർക്കിടെക്ട് ഗോപുമോന്റെ ഓഫീസിലേക്കായിരുന്നു. തന്റെ കൊട്ടാരത്തിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ് ലക്ഷ്യം. സീൻ 3, ഗോപുമോന്റെ ഓഫീസ്. ഗോപുമോൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ഈ ഡിസൈൻ കൊള്ളാം. ഇതിന്റെ എലിവേഷൻ കുഴപ്പമില്ല. ഇതിന് കളറില്ലല്ലോ. ബേസ്മെന്റും പോരാ. സ്ട്രക്ചർ ശരിയാകുമ്പോൾ കോളം ശരിയാവില്ല. കോളം ശരിയായാൽ ബേസ്മെന്റ് ശരിയാവില്ല. പുതിയ കുറെ ഫിഗേഴ്സ് എന്താണേലും വരയ്ക്കേണ്ടി വരും. താൻ ഇതാണല്ലേ ഇത്ര കാര്യമായി ചെയ്യുന്നത്? കൊള്ളാമല്ലോടോ. ഓ, എന്റെ റാണിക്ക് പോലുമില്ല ഇത്ര ബേസ്മെന്റ്. ഞാൻ മാവേലിയാ. എന്റെ കൊട്ടാരം ഒന്ന് പൊളിച്ചു പണിയണം, അതിനുവേണ്ടി വന്നതാ. ഓ, അതാണോ കാര്യം? കൊട്ടാരം പൊളിച്ചു പണിയണോ? എത്ര മുറികൾ വേണ്ടി വരും? ഓ, അതൊരു കറക്കുന്ന ചോദ്യമാണല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. കാർത്യായനി, നാരായണി, ഓമന, സരസ്വതി. ഓ, ഒരു 100 റൂമെങ്കിലും എന്തായാലും വേണ്ടി വരും. 100 റൂമോ? ഓ, ഒരു 1 or 2 ആയിരുന്നെങ്കിൽ എനിക്കൊരു കൈ നോക്കാമായിരുന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ വരാം. ഇദ്ദേഹത്തിന് എന്തോ കൊട്ടാരം വേണം പോലും. ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തേക്ക്. ഇവിടെ മനുഷ്യന് സ്റ്റീൽ ഏതാ മണലേതാന്നറിയില്ല. അപ്പോഴാ അയാള് കൊട്ടാരം പണിയാൻ പറയുന്നത്. Hey, hi pal, how are you doing? Hey, shall we meet up at Tandoor, dude? Hey, there's an awesome DJ there. Tonight we will chill. Hey, I'm coming. Hey, call Bali and Shorty also, okay? നാട്ടിലെ ഭക്ഷണം കഴിച്ച് മാവേലിക്ക് കലശലായ വയറുവേദന. ഡോക്ടറെ കാണാൻ പ്രസിദ്ധമായ ഹോസ്പിറ്റൽ സീഷോറിലേക്ക് മാവേലി എത്തുന്നു. സീൻ 4, ഹോസ്പിറ്റൽ സീഷോർ.
ഡോക്ടർ അന്തോണി സാറിനെ ഒന്ന് കാണാൻ വന്നതാ. വല്ലാത്ത വയറുവേദന. ഡോക്ടർ സാർ ഒരു സർജറിയിലാണേ. ഒന്ന് വെയിറ്റ് ചെയ്യോ, ഇപ്പൊ വിളിക്കേ. എന്താ വന്നത്? ഒരു ചെറിയ വയറുവേദന. ഭക്ഷണം കഴിച്ചത് ശരിയായില്ലെന്ന് തോന്നുന്നു. സിസ്റ്റർ, ഇയാൾക്ക് MRI CT സ്കാൻ അല്ലെ വേണ്ട, ആ ടെസ്റ്റുകളെല്ലാം അങ്ങ് ചെയ്യിച്ചേക്കും. ഇന്ന് കുറെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. എല്ലാവർക്കും ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കാം. എല്ലാം നല്ല ഉറക്കം പോകാം. പേഷ്യൻസിനൊന്നും കാണാനില്ലല്ലോ. ആ സിസ്റ്റർ എവിടെ പോയി കിടക്കുക? സിസ്റ്റർ വരുന്നുണ്ടല്ലോ. എന്തായി? ഡോക്ടർ സാറേ, അതെ കിഡ്നിയുടെ പ്രശ്നമായിരുന്നോന്ന് സംശയം. ഞാൻ എടുത്തു കളഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിഡ്നി എടുത്തു കളഞ്ഞോ? അയ്യോ, അപ്പോൾ നീ നമ്മുടെ റാണി എന്ത് ചെയ്യും? എടോ, താങ്കൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല, വൃക്കയാണ് എടുത്തത്. സമാധാനമായി. റാണിയുടെ ഭാഗ്യം. ഞാൻ ആകെ പേടിച്ചു. വളരെ അവശതയോടെ ക്ഷീണിച്ച് പാതാളത്തിലേക്ക് തിരിച്ചു പോകുന്ന മാവേലി വഴിവെക്കിൽ നിന്ന് സ്മോൾ അടിക്കുന്ന രണ്ട് റൊട്ടേറിയന്മാരെ കാണുന്നു. ആരാ നിങ്ങൾക്ക്? ആരാ? ഞാൻ പിന്നക്കൽ ദീപു, ഇത് പിന്നക്കൽ പ്രാണി. പ്രാന്തരെന്നും വിളിക്കും. മാവേലി എന്താ ഇവിടെ? ഒന്നും പറയണ്ട എന്റെ കുട്ടികളെ. ഞാൻ ഓണത്തിന് കൊച്ചിയിൽ വന്നതാ. കിഡ്നി പോയത് മിച്ചം. ഇനി എങ്ങനെയെങ്കിലും പാതാളം പിടിക്കണം. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങളൊരു ബാങ്കോക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തതാ. ഇനി ഒന്ന് അടിച്ചു പൊളിക്കണം. കൊള്ളാമല്ലോ. എന്താ ഇത്ര സന്തോഷം? ഇപ്പൊ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു. എന്ത് ചെയ്യാനാ, ആ ഡോക്ടറിന്റെ മേൽ കൊണ്ട് തോറ്റു. ഈ വർഷം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. കഴിഞ്ഞ വർഷം എന്തായിരുന്നു ആക്രാന്തം. കണ്ടില്ലേ ഞങ്ങളുടെ അന്തർജനങ്ങള്. Cheers! 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 Cheers!